UCAT, യൂത്ത് കാറ്റഗിസം ഓഫ് ദി കാത്തലിക് ചർച്ച്. തലശ്ശേരി അതിരൂപതയുടെ യുവജന പ്രസ്ഥാനവും ശാലോം ടെലിവിഷനും ഒരുമിച്ച് നടത്തിവരുന്ന UCAT എന്ന പഠന പരിപാടിയിലേക്ക് ശാലോം ടെലിവിഷൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മളോടൊപ്പം ഈ UCAT പഠന പരിപാടിയിൽ നമ്മുടെ യുവജനങ്ങളുടെ സംശയങ്ങൾക്ക് ഉത്തരങ്ങൾ നൽകുവാനായി നമ്മോടൊപ്പം ആയിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയുടെ മെത്രാപ്പൊലീത്ത ആയിരിക്കുന്ന അഭിവന്ദ്യന്മാർ ജോസഫ് പാമ്പളാനി പിതാവാണ്. പിതാവിനെ ഏറെ സ്നേഹത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് യുവജനങ്ങളുടെ പ്രതിനിധികളായി പിതാവിനോട് സംശയങ്ങൾ ചോദിക്കുവാനും ചർച്ചകൾ നടത്തുവാനുമായിട്ട് നമ്മോടൊപ്പം ആയിരിക്കുന്നത് തൊക്കിലങ്ങാടി ക്രിസ്തുരാജ നഴ്സിംഗ് സ്കൂളിലെ വിദ്യാർത്ഥിനികളാണ്. നിങ്ങളെയും ഏറെ സ്നേഹത്തോടെ ഈ പഠന പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ യുവജനങ്ങൾ നമ്മുടെ ശാലോം ടെലിവിഷൻ്റെ UCAT പ്രോഗ്രാം കണ്ടതിന് ശേഷം പലരും എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. പലപ്പോഴും നമ്മുടെ യുവജനങ്ങൾ പഠനത്തിനും അല്ലെങ്കിൽ മറ്റ് ജോലിക്കുമൊക്കെ ആയിട്ട് പലയിടങ്ങളിൽ പോകുമ്പോൾ മറ്റ് മതസ്ഥരുടെ ഇടയിൽ പല ചോദ്യങ്ങൾക്കും വിധേയപ്പെടുമ്പോൾ അല്ലെങ്കിൽ പല ചോദ്യങ്ങളും അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരുമ്പോൾ ഉത്തരം കിട്ടാതെ അവർ നിസ്സഹായരായി നിൽക്കുന്ന അവസ്ഥയെപ്പറ്റി പലരും എന്നോട് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ആ അവസ്ഥകളിൽ യുവജനങ്ങളുടെ ഈ പഠന പരിപാടിയിലെ ചോദ്യങ്ങൾ അവരെ പല അവസരങ്ങളിലും സഹായിച്ചിട്ടുണ്ട് എന്ന് അവർ എന്നോട് പങ്കുവയ്ക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ എന്നോടൊപ്പം ആയിരിക്കുന്ന നിങ്ങൾ യുവജനങ്ങൾ ഇന്ന് പിതാവിനോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഒരുപാട് പേരുടെ സംശയങ്ങളാണ് നിങ്ങളിന്ന് പിതാവിനോട് ചോദിക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ചോദ്യങ്ങളിലൂടെ ആ ചോദ്യങ്ങൾ മറ്റനേകം യുവജനങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന ഒരു നന്മ ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ അധികം ദീർഘിപ്പിക്കാതെ നിങ്ങളുടെ ചോദ്യങ്ങളിലേക്ക് പ്രവേശിക്കാനുള്ള അവസരം നിങ്ങൾക്ക് തരികയാണ്. പിതാവേ, എൻ്റെ ചോദ്യം ഇതാണ്. സഭയിൽ 7 കൂദാശകളാണല്ലോ ഉള്ളത്. ഈ 7 കൂദാശകളല്ലാതെ ആശീർവാദങ്ങൾ മറ്റെന്തെങ്കിലും പേരിൽ അറിയപ്പെടുന്നുണ്ടോ? അപ്രകാരമുള്ള ആശീർവാദങ്ങൾ ഏതൊക്കെയാണ്? സാനിയ ചോദിക്കുന്നത് ഒരുപക്ഷെ കൂദാശകൾ കൂടാതെ സഭയിലുള്ള പ്രാർത്ഥനകളെ കുറിച്ചായിരിക്കാം. അതിന് കൂദാശ അനുകരണങ്ങൾ എന്നാണ് സാധാരണഗതി പറയുക. കൂദാശകൾക്ക് ഇംഗ്ലീഷിൽ സാക്രമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഇതിന് സാക്രമെൻ്റൽസ് എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ കൂദാശകളുടേതായ ചില പ്രാർത്ഥനാ ശൈലി അതിനുണ്ട് എങ്കിലും അതിൽ തന്നെ കൂദാശയല്ല. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ ഒരു പുതിയ വീട് നിർമ്മിച്ചു, വീട് വെഞ്ചരിക്കും. വീട് വെഞ്ചരിപ്പ് എന്ന് പറയുന്നത് ഒരു ആത്മീയ കർമ്മമാണ്. ആ കർമ്മം ഒരു കൂദാശയാണോ എന്ന് ചോദിച്ചാൽ കൂദാശയല്ല. അതേസമയം അത് പ്രത്യേക പ്രാർത്ഥന ചൊല്ലി അതിനെ വിശുദ്ധീകരിച്ച് ദൈവത്തിന് സമർപ്പിക്കുകയും മനുഷ്യന് കൃപയോടെ വസിക്കാൻ യോഗ്യമാക്കുകയും ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. അതിനെ കൂദാശ അനുകരണം എന്ന് വിശേഷിപ്പിക്കാൻ പറ്റും. ഇപ്പം കല്യാണം അതൊരു കൂദാശയാണ്, വിവാഹം ഒരു കൂദാശയാണ്. അതേസമയം ഒത്തുകല്യാണം ഒരു കൂദാശയല്ല. അതിനെ വേണ്ടി നമുക്ക് കൂദാശ അനുകരണം എന്ന് പറയാം. അതുമല്ല എങ്കിൽ നമ്മൾ വിശുദ്ധ കുർബാനയോട് അനുബന്ധിച്ച് ചെയ്യുന്ന ചില കാര്യങ്ങൾ, ഇപ്പം നൊവേന, കുരിശിൻ്റെ വഴി, ഇതൊക്കെയും കൂദാശകളല്ല, മറിച്ച് കൂദാശ അനുകരണങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഓശാന ഞായറാഴ്ച നമ്മൾ ഓല വെഞ്ചരിക്കുന്നു, ഒരു തിരുക്കർമ്മമാണ്. പക്ഷേ ആ ഓല പരിശുദ്ധമായി നമ്മൾ വിശ്വസിക്കുകയും സ്വീകരിക്കുകയും അത് വീട്ടിൽ കൊണ്ടുവന്ന് സൂക്ഷിക്കുകയും ചെയ്യുന്നു. അത് കൂദാശ അനുകരണങ്ങൾ എന്നാണ് അതിനെ വിളിക്കുക. ഈ കൂദാശ അനുകരണങ്ങൾ കൂദാശകളിൽ നിന്ന് വ്യത്യസ്തമാണ് താൻ. എന്നാൽ അവ കൂദാശകൾ എന്നതുപോലെ ദൈവിക വരപ്രസാദത്തെ നമുക്ക്
വ്യത്യസ്ത രീതിയിൽ രൂപത്തിൽ സംലഭ്യമാക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. കൂദാശകളെന്ന് പറയുമ്പോൾ ഈശോ സ്ഥാപിച്ച 7 കൂദാശകളാണ്. മറ്റുള്ളവയൊക്കെയും ഈ കൂദാശകൾ സ്വീകരിക്കാൻ ചിലപ്പോൾ നമ്മളെ യോഗ്യരാക്കുന്ന, നമ്മുടെ വിശ്വാസ ജീവിതത്തെ ആഴപ്പെടുത്താൻ ഉപകരിക്കുന്ന, നമ്മുടെ ആധ്യാത്മിക യാത്രയെ കൂടുതൽ ആയാസരഹിതമാക്കുന്ന തിരുക്കർമ്മങ്ങളാണ്. ഇപ്പം തീർത്ഥാടനം നടത്തുക, അത് ഒരു കൂദാശ അനുകരണമാണ്. അതുകൊണ്ട് ഈ കൂദാശ അനുകരണങ്ങൾ എന്നത് ക്രൈസ്തവ വിശ്വാസത്തിൽ വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ്. കത്തോലിക്ക സഭ ഇത്തരം കൂദാശ അനുകരണങ്ങളെ ഏറെ ആദരവോടെ നോക്കിക്കാണുകയും അവയിലൂടെ ആധ്യാത്മിക വളർച്ചയ്ക്ക് വഴിയൊരുക്കാൻ പ്രതിജ്ഞാബദ്ധയാണ് താനും. പിതാവേ, അപ്പോൾ ഈ കൂദാശകളും ആശീർവാദങ്ങളും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നേ? യെസ്, കൂദാശകളും ഈ ആശീർവാദം നല്ലതിന് പറയും. ഞാൻ പറഞ്ഞത് കൂദാശ അനുകരണമാണ്. ഈ ആശീർവാദങ്ങളും കൂദാശ അനുകരണത്തിൻ്റെ ഭാഗമാണ്. ഈ കൂദാശകൾക്കകത്തും ആശീർവാദങ്ങളുണ്ട് അല്ലേ? ആശീർവാദം എന്ന് നമ്മൾ പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് കരങ്ങൾ ഉയർത്തി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ കുരിശ് വരച്ച് അനുഗ്രഹം നൽകുന്നതാണ് ആശീർവാദം. അതേസമയം കൂദാശ അനുകരണങ്ങളും കൂദാശകളും തമ്മിലുള്ള വ്യത്യാസം എന്ത് എന്ന് ചോദിച്ചാൽ, കൂദാശകളുടെ നിർവചനം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അദൃശ്യമായ പ്രസാദപര ജീവനെ നമ്മളിലേക്ക് ഒഴുക്കുന്ന രക്ഷയുടെ ദൃശ്യമായ അടയാളമാണ് കൂദാശ. പ്രസാദപര ജീവൻ തന്നെയാണ് ഈ കൂദാശ അനുകരണങ്ങളും നമുക്ക് പ്രദാനം ചെയ്യുന്നത്. അതുകൊണ്ട് അതേസമയം കൂദാശകളിൽ നിന്ന് ഇവ പ്രസാദപര ജീവൻ നൽകുന്നതിൽ കൂദാശകളോളം ഇതിന് പ്രാധാന്യമില്ല. കൂദാശകളെക്കാൾ അതിന് പ്രാധാന്യം കുറവാണ്. 2, ഈ കൂദാശകളും കൂദാശ അനുകരണങ്ങളും താരതമ്യം ചെയ്യുമ്പോൾ കൂദാശകൾ ഈശോ മിശിഹ നേരിട്ട് സ്ഥാപിച്ചവയാണ്. കൂദാശ അനുകരണങ്ങൾ ഓരോ സാഹചര്യത്തിൻ്റെയും പ്രത്യേകത മനസ്സിലാക്കിക്കൊണ്ട് അതിനുവേണ്ടി സഭ കാലാന്തരത്തിൽ രൂപപ്പെടുത്തിയെടുത്തവ ആണ്. മറ്റൊന്ന്, കൂദാശ അനുകരണങ്ങളെല്ലാം കൂദാശകളിൽ നിന്ന് രൂപപ്പെട്ടു വന്നു. കൂദാശകളിലൂടെ കിട്ടുന്ന വരപ്രസാദത്തെ കൂടുതൽ ആഴപ്പെടുത്താനും ബലപ്പെടുത്താനും ആയി നൽകപ്പെടുന്നതാണ്. ഇപ്പം പൗരോഹിത്യം എന്ന കൂദാശയുമായി ബന്ധപ്പെട്ടതാണ് ഈ വെഞ്ചരിപ്പുകൾ എന്ന് പറയും. ഈശോ പൗരോഹിത്യം എന്ന കൂദാശയിലൂടെ മനുഷ്യനെ വിശുദ്ധീകരിക്കാൻ ആഗ്രഹിച്ചു. ആ വിശുദ്ധീകരണ കർമ്മം വൈദികൻ തുടരുന്ന വ്യത്യസ്തങ്ങളായ സാഹചര്യങ്ങളാണ് വാസ്തവത്തിൽ ഈ വെഞ്ചരിപ്പ് കർമ്മങ്ങൾ എന്ന് നമുക്കറിയാം. ഈശോയുടെ കുരിശിലെ ബലിയാണ് പരിശുദ്ധ കുർബാന എന്ന കൂദാശ. അത് രക്ഷാകര രഹസ്യങ്ങളുടെ ഏറ്റവും സമഗ്രമായ അനുസ്മരണവും അനുഷ്ഠാനവും ആഘോഷവുമാണ്. അതേസമയം ഈ രക്ഷാകര രഹസ്യങ്ങളുടെ ഒരു ഭാഗമാണ് കുരിശിൻ്റെ വഴി. അതൊരു കൂദാശ അനുകരണം. അവിടെ നമ്മൾ ധ്യാനിക്കുന്നത് പീലാത്തോസിൻ്റെ വീട് മുതൽ ഈശോ മരിച്ച് അടക്കപ്പെടുന്നത് വരെയുമുള്ള ഏതാനും രംഗങ്ങളെക്കുറിച്ച് ധ്യാനാത്മകമായി നമ്മൾ പ്രാർത്ഥിക്കുകയും ഈശോയുടെ പീഡാനുഭവങ്ങളുടെ ഫലങ്ങൾ ഉൾക്കൊള്ളാൻ പരിശ്രമിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് കൂദാശകളും കൂദാശ അനുകരണങ്ങളും തമ്മിൽ ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ ബന്ധമുണ്ട്. കൂദാശകളിൽ നിന്നാണ് വാസ്തവത്തിൽ കൂദാശ അനുകരണങ്ങൾ ആരംഭിക്കുന്നത്. കൂദാശകളിലൂടെ നമുക്ക് ലഭിക്കുന്ന ദൈവീക വരപ്രസാദത്തെ കൂടുതൽ ശക്തമായി അനുഭവിക്കാനും ആഴത്തിൽ മനസ്സിലാക്കാനും അത് ജീവിക്കാനും നമ്മെ സഹായിക്കുന്ന കർമ്മങ്ങളാണ് വാസ്തവത്തിൽ കൂദാശ അനുകരണങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ ഭൂതം, പ്രേതം, പിശാച് ഇതൊക്കെ ശരിക്കും ഉള്ളതാണോ? അങ്ങനെ ഈ അച്ഛന്മാരൊക്കെ സിനിമയിലൊക്കെ പ്രേതത്തെ ഒഴിപ്പിക്കുന്നതൊക്കെ കണ്ടിട്ടില്ലേ? ഈ കടമറ്റത്ത് കത്തനാരൊക്കെ അതുപോലെ ശരിക്കും അച്ഛന്മാർ പ്രേതത്തെയൊക്കെ ഒഴിപ്പിക്കാറുണ്ടോ? യെസ്, പ്രേതം ഭൂതം എന്നൊക്കെ പറയുന്നത്
മനുഷ്യൻ്റെ കേവലം സങ്കല്പ സൃഷ്ടികളാണ്. മറിച്ച് പിശാച് എന്ന് പറയുന്ന ദുഷ്ടാരൂപിയുണ്ട്. അതിനെ പല പേരുകളിൽ വിളിക്കുന്നതാണ് എങ്കിൽ അതൊക്കെ ഉണ്ടെന്ന് നമുക്ക് വേണേൽ പറയാം. പക്ഷേ ഈ പ്രേതം എന്നൊക്കെ പറയുമ്പോൾ മരിച്ചവർ എഴുന്നേറ്റ് നടക്കുന്നതൊക്കെയാണ് സാധാരണഗതിയിൽ പ്രേതം എന്ന് പറയും. പോലീസുകാരുടെ ഭാഷയിൽ പറഞ്ഞാൽ പ്രേതം എന്ന് പറഞ്ഞാൽ ശവശരീരം എന്നാണ് അതിൻ്റെ അർത്ഥം. മൃതദേഹത്തെയാണ് അവർ പ്രേതത്തെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തു, അപ്പോൾ ഇന്ന മുറിവുകൾ കണ്ടു എന്നൊക്കെ പോലീസുകാർ റിപ്പോർട്ട് എഴുതി വയ്ക്കുന്നു. അപ്പോൾ ഈ പ്രേതം ഭൂതം എന്നൊക്കെ പറയുന്നത് ഓരോ സംസ്കാരത്തിലും കാലഘട്ടത്തിലും മനുഷ്യൻ ഉപയോഗിക്കുന്ന ചില വ്യത്യസ്ത ഭാഷകൾ ആണെന്ന് കരുതിയാൽ മതി. പക്ഷേ പിശാച് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. ബൈബിൾ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ദൈവീക ശക്തിയോട് പോരാടുന്ന ഒരു തിന്മയുടെ ശക്തി ഈ പ്രപഞ്ചത്തിൽ സജീവമാണ്. ആ ശക്തിയാണ് വിശുദ്ധ ഗ്രന്ഥം പിശാച് എന്ന് വിളിക്കും. പിശാചിന് പല പേരുകൾ ബൈബിൾ കൊടുക്കുന്നുണ്ട്. പിശാചിനെ വിളിക്കുന്നത് ദുഷ്ടാരൂപി എന്ന് വിളിക്കുന്നു, അശുദ്ധാത്മാവ് എന്ന് വിളിക്കുന്നു, അതുപോലെ അരാജകത്വത്തിൻ്റെ ആത്മാവ് എന്ന് വിളിക്കുന്നു, അന്തിക്രിസ്തു എന്ന് വിളിക്കുന്നു. അന്തിക്രിസ്തു എന്ന് വിളിക്കാൻ കാരണം ക്രിസ്തുവിന് എതിരായി പ്രവർത്തിക്കും. ആൻറ്റി ക്രൈസ്റ്റാണ്, ക്രിസ്തുവിന് എതിരായി പ്രവർത്തിക്കുന്നു. ഇങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്ന തിന്മയുടെ അരൂപി, അതായത് സാത്താൻ, പിശാച് എന്ന ഒരു യാഥാർത്ഥ്യം ഈ ഭൂമിയിലുണ്ട്, ഈ പ്രപഞ്ചത്തിൽ സജീവമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. വൈദികർ പിശാചുക്കളെ ബഹിഷ്കരിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പിശാച് ബാധയായിട്ട് നമ്മൾ സിനിമകളിൽ കാണുന്ന പല പ്രകടനങ്ങളും അത് കഥാകാരൻ്റെ ഭാവനയിൽ വിരിഞ്ഞ കാര്യങ്ങളാണ്. അതുപോലെയൊന്നും പിശാചുക്കളെ ബഹിഷ്കരിക്കുക എന്നത് നമ്മൾ സഭയുടെ വിശ്വാസത്തിൻ്റെ ഭാഗമല്ല. വലിയ തീ കൂട്ടിയും അടിച്ചും ഇടിച്ചും തൊഴിച്ചുമൊക്കെ പിശാചുക്കളെ ഓടിക്കുക, പൊടി വാരി എറിഞ്ഞ് ഓടിക്കുക, അങ്ങനെയൊന്നും ഓടുന്നതല്ല പിശാച്. പിശാചിനെ ഇല്ലായ്മ ചെയ്യാൻ ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ. ഈശോ കാൽവരിയിലെ കുരിശിൽ പിശാചിനെ എന്നേക്കുമായി തോൽപ്പിച്ചു. ഈശോയിൽ വിശ്വസിക്കുന്നവർക്ക് ഈ പിശാചിനെ അകറ്റി നിർത്താൻ ദൈവം കൃപ നൽകിയിട്ടുണ്ട്. ഏതെങ്കിലും വ്യക്തിയുടെ മേൽ പിശാചിൻ്റെ പ്രവർത്തനങ്ങളുണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ ആ വ്യക്തികളിൽ നിന്ന് ആ പിശാചുക്കളെ ബഹിഷ്കരിക്കാനുള്ള അവകാശം ഈശോ വൈദികർക്ക് നൽകിയിട്ടുണ്ട്. പലപ്പോഴും പിശാച് ബാധയായിട്ട് നമ്മൾ കരുതുന്ന കാര്യങ്ങളിൽ ഒരു 80% മാനസിക രോഗങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ഈ ബൈപോളാർ ഡിസോർഡറുകളായിട്ട്, ഡ്യുവൽ പേഴ്സണാലിറ്റികളായിട്ട് ഒക്കെയും വരുന്ന പല പ്രശ്നങ്ങളും പലരും പിശാച് ബാധയായിട്ട് പറയും. അത് യഥാർത്ഥത്തിൽ പിശാച് ബാധയല്ല, അത് മനോരോഗങ്ങളാകാം. അതുകൊണ്ട് ഈ പിശാച് ബാധ ഒഴിപ്പിക്കൽ, അതിന് എക്സോർസിസം എന്നാണ് പറയുക. അതും ഒരു കൂദാശ അനുകരണമാണ്. എന്ന് പറഞ്ഞാൽ ഈശോ പിശാചുക്കളെ മനുഷ്യരിൽ നിന്ന് ബഹിഷ്കരിക്കുന്ന രംഗങ്ങൾ ബൈബിളിലുണ്ട്, അല്ലേ? സാത്താനെ നീ പുറത്തു പോവുക എന്ന് ഈശോ പിശാച് ബാധിതനോട് പറയുമ്പോൾ അവൻ പെട്ടെന്ന് പിശാച് അവനെ നിലത്ത് തള്ളിയിട്ടേച്ചിട്ട് അവനെ വിട്ടുപോയി എന്ന് ബൈബിളിൽ പറയും. അതേ കാര്യം തന്നെയാണ് സഭയും ചെയ്യുന്നത്. ഒരു വ്യക്തിയിൽ പിശാചിൻ്റെ പ്രവൃത്തികൾ സജീവമാണ് എങ്കിൽ ഈശോയുടെ അധികാരമുള്ള നാമത്തിൽ പിശാചിനെ ബഹിഷ്കരിക്കുക, അതാണ് സഭ ചെയ്യുന്ന പ്രവൃത്തി. അതുകൊണ്ട് സഭയിലെ പിശാച് ബാധ ഒഴിപ്പിക്കൽ എന്ന് പറയുന്നത് മറ്റ് ഭൗതികമായ പ്രകടനപരതയിൽ ഊന്നിയുള്ളതല്ല. വലിയ താടിയും മുടിയും നീട്ടിയും അതുപോലെ പ്രത്യേക വേഷഭൂഷാദികൾ കാണിച്ചും വലിയ തീപ്പന്ത് എറിഞ്ഞും പൊടി വെതറിയും അങ്ങനെ കാറിക്കൂവിയും തല്ലും ബഹളവും ഉണ്ടാക്കിയും ഒന്നും ചെയ്യുന്നതല്ലത്. സഭ അത് ചെയ്യുന്നത് ഈശോയുടെ അധികാരമുള്ള നാമത്തിൽ സാത്താനെ നീ പുറത്തു പോകുന്നു. ഈശോയാണ് അത് അവനെ പുറത്താക്കുന്നത്. അതുകൊണ്ട്
ഈ കർമ്മം ചെയ്യുന്ന ആളുടെ എന്തെങ്കിലുമൊക്കെ പ്രകടനങ്ങൾ കണ്ട് പിശാച് പേടിച്ചു പോകുന്നില്ല. അത്തരം പ്രകടനങ്ങൾ കണ്ട് പിശാച് പേടിക്കുകയോ ഇല്ല. കാരണം എന്താണ്? പിശാച് അതീവ ശക്തനും കരുത്തുറ്റവനും. അവനെ തോൽപ്പിക്കാൻ കഴിയുന്നത് ദൈവപുത്രന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈശോയുടെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്ന ശൈലി സഭയ്ക്കുണ്ട്. അത് വളരെ അപൂർവമായിട്ടും വ്യക്തമായ വിവേചനങ്ങൾ നടത്തിയുമാണ് സഭ ഈ പിശാച് ബാധ ഒഴിപ്പിക്കൽ കർമ്മം നടത്തുക. നമ്മുടെ വിശ്വാസത്തിൽ മനുഷ്യൻ ഒരാത്മാവല്ലേ ഉള്ളേ. അപ്പം ഈ ആസ്ട്രജൽ പ്രൊജക്ഷനൊക്കെ വഴി ഒരു ശരീരത്തിലേക്ക് 2 ആത്മാവിനെ കയറ്റുന്ന രീതിയൊക്കെ ശരിക്കും ഉള്ളതാണോ? 2 ആത്മാവിനെ ഒരു ശരീരത്തിൽ കയറ്റും എന്നൊക്കെ പറയുന്നത് അത് കഥകളിലെ ഭാവനയിൽ വിരിയുന്ന ആശയമാണ്. മനുഷ്യന്, നമ്മുടെ വിശ്വാസം അനുസരിച്ച് മനുഷ്യന് ദൈവം ആത്മാവിനെ നൽകിയത് എപ്പോൾ എന്ന് ചോദിച്ചാൽ, അമ്മയുടെ ഉദരത്തിൽ ഒരണ്ടവും ബീജവും ചേർന്ന് ഒരു ഭ്രൂണം, മനുഷ്യജീവൻ ആരംഭിക്കുന്ന ആ നിമിഷത്തിൽ ദൈവം ഒരാത്മാവിനെ ആ ഭ്രൂണത്തിൽ നിക്ഷേപിച്ചു, മനുഷ്യാത്മാവിൽ. ആ ആത്മാവാണ് ദൈവസന്നിധിയിൽ തിരികെ ചെല്ലുന്നത് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അതുകൊണ്ട് വേറൊരാത്മാവിനെയും വേറെ ആർക്കും മനുഷ്യനിൽ സന്നിവേശിപ്പിക്കാൻ പറ്റില്ല. അതേസമയം ഈ മനുഷ്യാത്മാവിനെ വഴിതെറ്റിക്കാൻ തക്ക പ്രവർത്തനങ്ങളുമായിട്ട് ദുഷ്ടാരൂപിയായ സാത്താന് മനുഷ്യൻ്റെ മേൽ താൽക്കാലികമായ ചില സ്വാധീനങ്ങൾ ചെലുത്താൻ സാധിക്കും എന്നുള്ളത് വസ്തുതാപരമാണ് താൻ. അതിനെയാണ് പിശാചിനെ ബഹിഷ്കരിക്കുന്ന കർമ്മത്തിലൂടെ സഭ ബഹിഷ്കരിക്കുകയും ആത്മാവിന് ദൈവത്തിന് മുമ്പിൽ വിശ്വസ്തനായി ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കുകയും ചെയ്യും. പിശാചിനെ ബഹിഷ്കരിക്കുക എന്ന് പറയുമ്പോൾ ഈശോ ആത്മാവിന് വേണ്ടി കുരിശിലെ ബലിയിലൂടെ നേടിയെടുത്ത രക്ഷ ആ വ്യക്തിക്ക് പ്രദാനം ചെയ്യുക എന്നുള്ളതാണ് പിശാച് ബാധ ഒഴിപ്പിക്കലിലൂടെ സംഭവിക്കുക. അതുകൊണ്ട് തന്നെ മറ്റാത്മാക്കളുടെ പ്രൊജക്ഷൻ, ഒരാത്മാവിനകത്തേക്ക് വേറൊരാത്മാവിനെ കയറ്റിവിട്ടു, 2 ആത്മാക്കൾ ഒരേ സമയം നിന്ന് സംസാരിക്കുന്നു, അതൊക്കെ ഡ്യുവൽ പേഴ്സണാലിറ്റി പോലെയുള്ള സൈക്കോളജിക്കൽ ഡിസോർഡറുമായി ബന്ധപ്പെട്ടതാകാം. അതല്ല എങ്കിൽ അപ്രകാരം ഏതെങ്കിലും അതിഭൗതികമായ സാഹചര്യം ഉണ്ടാകുന്നുണ്ട് എങ്കിൽ അത് സാത്താൻ്റെ പ്രവൃത്തിയായി മാത്രമേ സഭ കരുതുന്നുള്ളൂ. ഈ രാത്രി കാലങ്ങളിലും മറ്റും സെമിത്തേരിയുടെ സമീപത്തു കൂടെ നടക്കുമ്പോൾ ഭയം തോന്നാറുണ്ട്. സെമിത്തേരി പ്രദേശത്ത് ഇങ്ങനെ ഭയപ്പെടേണ്ടതിൻ്റെ ആവശ്യകതയുണ്ടോ? സാനിയ, സെമിത്തേരിയുടെ അടുത്തൂടെ വല്ല രാത്രി പോയിട്ടുണ്ടോ? ഇല്ല. പോകേണ്ടി വന്നാൽ പോവുമോ? ഒറ്റയ്ക്ക് പോകൂല. ഒറ്റയ്ക്ക് പോവുകയില്ല. ഓക്കെ. വാസ്തവത്തിൽ ഈ സെമിത്തേരി എന്ന് പറയുന്നത് അവിടെ ആരും നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടിയില്ല. നമ്മളാരും അത് കണ്ട് ഭയപ്പെടേണ്ട, അത് ഓർത്ത് പേടിക്കേണ്ടേയും കാര്യമില്ല. കാരണം സെമിത്തേരിയിലുള്ളത് മനുഷ്യൻ്റെ ശാരീരികമായ ശേഷിപ്പ് മാത്രമേ. അവൻ്റെ ആത്മാവ് നിത്യതയിലേക്ക് കടന്നുപോയി. ആത്മാവ് ഒരിക്കലും സെമിത്തേരിയിലില്ല. അതുകൊണ്ട് സെമിത്തേരികളെ നിങ്ങൾ ഭയപ്പെടരുത് എന്ന് മാത്രമല്ല, സെമിത്തേരികളെ നിങ്ങൾ ഏറ്റവും സുരക്ഷിത സ്ഥാനമായി കരുതാവുന്ന. ഈ പേടിയുള്ളതുകൊണ്ട് വേറെ ആരും അതിൻ്റെ പരിസരത്തുണ്ടാകുകയാണ്. അതുകൊണ്ട് നിങ്ങൾ പെൺകുട്ടികൾക്ക് ഏറ്റവും സുരക്ഷിതമായി നടന്നു പോകാവുന്ന സ്ഥലം എനിക്ക് തോന്നുന്നു ഈ സെമിത്തേരിയുടെ പരിസരങ്ങളാണ്. കാരണം മരിച്ചവർ നമ്മളെ ഉപദ്രവിക്കാൻ വേണ്ടി അവിടെ ഇരിപ്പില്ല എന്നുള്ളത് സത്യമാണ്. അത് ഈ മനുഷ്യൻ ഇങ്ങനെ ചില തെറ്റായ നറേറ്റീവുകൾ, ആഖ്യാനങ്ങൾ മനുഷ്യജീവിതത്തിലുണ്ട്. അതെന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ മരിച്ചവരോടുള്ള ഒരു ആദരവിനെ നിലനിർത്താൻ വേണ്ടിയായിരിക്കാം സെമിത്തേരിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ശ്മശാനങ്ങളുമായി ബന്ധപ്പെട്ട് പല കഥകളും ഈ ലോകത്ത് പ്രചരിക്കപ്പെട്ടത്. കാരണം അവിടെ സാധാരണ ഒരു സ്ഥലം പോലെ കരുതരുത്. മരിച്ചവരെ സംസ്കരിച്ച സ്ഥലത്തിന് പ്രത്യേകമായ ഒരു ആദരവും പ്രാധാന്യവും കൊടുക്കണം എന്നുള്ള ലക്ഷ്യത്തോടെ ആയിരിക്കാം ലോക ചരിത്രത്തിൽ മിക്കവാറും ഈ മൃതശരീരങ്ങൾ സംസ്കരിക്കുന്ന സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഭയപ്പെടുത്തുന്ന ചില കഥകൾ രൂപം കൊള്ളാറുണ്ട്.
ആ കഥകൾക്ക് ഒരു പോസിറ്റീവ് വാല്യൂ ഉണ്ട്, ഒരു നല്ല വശമുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ അത് ചുമ്മാ കന്നുകാലിയെ തീറ്റാനുള്ള സ്ഥലമോ അതല്ല എങ്കിൽ മറ്റ് എന്തെങ്കിലും അനാശാസ്യ പ്രവർത്തനങ്ങൾക്കുള്ള സ്ഥലമോ അല്ല, മറിച്ച് അത് പരിശുദ്ധമായി സംശുദ്ധമായി സൂക്ഷിക്കപ്പെടണം എന്ന ലക്ഷ്യത്തോടെയാകാം പണ്ടുകാലം മുതൽ ഈ സെമിത്തേരിയുമായി ബന്ധപ്പെട്ട ഈ കഥകൾ രൂപം കൊണ്ടിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ആരും സെമിത്തേരിയുടെ ഭാഗത്തൂടെ പോകുന്നതിന് ഭയപ്പെടേണ്ട. ഒറ്റയ്ക്ക് പോകാനും സാനിയെ പേടിക്കേണ്ട കാര്യമില്ല. ഒറ്റയ്ക്ക് പോകേണ്ടി വന്നാൽ ഏറ്റവും സുരക്ഷിതമായി പോകാവുന്ന സ്ഥലം സെമിത്തേരിയാണ് എന്ന് മനസ്സിലാക്കിയാൽ മതി. ഭയം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ നാം കേട്ട പല കാര്യങ്ങൾ വഴി അടിഞ്ഞുകൂടുന്ന ചില ചിന്തകളാണ്. ആ ഭയത്തിൽ നിന്ന് നാം പേടിയുണ്ടെങ്കിൽ പോവുകയും ചെയ്യരുത്. പേടിയുള്ളവർ പോയാൽ സംഭവിക്കാൻ പോകുന്ന എന്താണെന്ന് ചോദിച്ചാൽ, നടന്നു പോകുന്ന വഴിക്ക് ഒരു വള്ളിയെ കാല് തട്ടി ഉടനെ നിലവിളിച്ച് കാറി ആൾ തന്നെ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു പോകും. കാരണം എന്താണ്? കാരണം ആൾ വിചാരിക്കുന്ന എന്താ, അയ്യോ ഈ ആത്മാക്കൾ ആരോ കാലെ പിടിച്ച് വലിക്കുന്നതാണ് എന്ന് പേടിച്ചു പോകും അല്ലേ? പണ്ടാരോ സെമിത്തേരി പോയി ഒരു ആണി അടിച്ചേച്ച് വരാവോ എന്ന് ചോദിച്ച ഒരു കഥ നിങ്ങളെപ്പോലെ യുവജനങ്ങൾ ആരോ ആണ് എന്നോട് പങ്കുവച്ചത്. ഇങ്ങനെ ആണി അടിച്ചേച്ച് പോകാൻ വേണ്ടി ഇവൻ ചെന്ന് വളരെ പേടിച്ചാണ് ചെല്ലുന്നത്. സെമിത്തേരിയിൽ ഒരു രൂപം തറച്ചു വെച്ചേച്ച് പോരണം. ഇവൻ ചെന്നു ആണി അടിച്ച് രൂപമൊക്കെ അത് തറച്ചു തൂക്കി. പക്ഷേ പോരാൻ നേരം നോക്കിക്കൊണ്ട് പറ്റുന്നില്ല. ആരോ പിടിച്ചു വലിച്ചു പേടിച്ച് ഇവൻ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു. പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിച്ചത്, ഇവൻ ആണിയടിച്ചത് ഈ കൈയുടെ ഈ ഉടുപ്പിൻ്റെ അറ്റം കൂട്ടിയാണ് ആണിയടിച്ചത്. വലിച്ചെടുക്കാൻ നോക്കുമ്പോൾ ആണിയേലെ ഈ ഉടുപ്പ് കുടുങ്ങിയതാണ്. ആ പേടി മനസ്സിൽ കിടക്കുന്നതുകൊണ്ട് പെട്ടെന്ന് എന്ത് വിചാരിച്ചു, അയ്യോ എന്നെ ആരോ പിടിച്ചു. ആ ഭയമാണ് ഇത്തരത്തിലുള്ള ആഖ്യാനങ്ങളിലൂടെ രൂപപ്പെട്ടു വന്ന ചില ഭയം പലരുടെയും മനസ്സിലുണ്ട്. അതാണ് പിന്നീട് സെമിത്തേരി കഥകളായി, ഭയപ്പെടുത്തുന്ന കഥകളായി രൂപപ്പെട്ടു വരുന്നത് എന്നുള്ളത് സത്യമാണ്. സെമിത്തേരിയിലേക്ക് കയറുമ്പോൾ, സാധാരണ സെമിത്തേരി അല്പം കാട് പിടിച്ച് പുല്ലൊക്കെ ഉള്ള സ്ഥലമായിരിക്കും. സെമിത്തേരിയിലേക്ക് കയറുമ്പോൾ, ഇന്നാളൊരാൾ എന്നോട് പറഞ്ഞു, സെമിത്തേരിയിലേക്ക് കയറിയപ്പോൾ ഒരു പാമ്പിനെ കണ്ടു. ഭയങ്കര പ്രശ്നം. അത് പിശാചിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ട് എന്നുള്ളതിൻ്റെ സൂചനയാണ്. ഞാൻ പറഞ്ഞു, പാമ്പ് വരുന്നിടത്തെല്ലാം പിശാചിൻ്റെ സാന്നിധ്യം ഉണ്ടെന്ന് നമ്മളെന്തിനാ തെറ്റിദ്ധരിക്കുന്നു അല്ലേ? പാമ്പ് അതിലെല്ലാം നടക്കുന്നു. പാമ്പ് മനസ്സമാധാനത്തോടെ അതിലെ നടന്നിരുന്നപ്പോഴാണ് ഈ ചേട്ടൻ കയറി ചെല്ലുന്നത്. ഉടനെ പാമ്പ് അവിടെ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്തു. അത് കണ്ട് പിശാചിൻ്റെ സാന്നിധ്യമാണ് എന്ന് നമ്മൾ ദുർവ്യാഖ്യാനം ചെയ്യേണ്ട കാര്യമില്ല. ഈ സെമിത്തേരിയുമായി ബന്ധപ്പെടുത്തുന്ന ഭയത്തിൻ്റെ കഥകളെ നമ്മൾ അതുകൊണ്ട് വളരെ വിവേചന ബുദ്ധിയോട് മനസ്സിലാക്കേണ്ടതാണ്. നമ്മുടെ വിശ്വാസം അനുസരിച്ച് സെമിത്തേരി ഒരു വിധത്തിലും ഭയപ്പെടുത്തുന്ന സ്ഥലമല്ല. പിതാവ് മുൻപ് പറഞ്ഞൊരു കാര്യത്തോടനുബന്ധിച്ചൊരു സംശയമാണ്, ഇവർ ചോദിക്കേണ്ടിയിരുന്നതാണ്. നമ്മൾ ഈ പിശാച് ബാധ ഉള്ളൊരു വ്യക്തി, ആളെ നമ്മൾ ഒഴിപ്പിക്കുന്നത് തീർച്ചയായും ഒരു വൈദികനാണ് അത് ചെയ്യുക. അപ്പോൾ മറ്റൊരു സാഹചര്യം, ഒരു സന്ദർഭത്തിൽ ഒരു സാധാരണക്കാരനായ വിശ്വാസിക്ക് ഇങ്ങനെ മറ്റൊരു വൈദികനെ ലഭ്യമാകാത്തൊരവസരത്തിൽ ഈ യേശുവിൻ്റെ നാമം പറഞ്ഞ് ആ പിശാച് ബാധ ഒഴിപ്പിക്കാനുള്ള എന്തെങ്കിലും ഒരു സാധ്യത അവിടെ ഉണ്ടോ എന്നുള്ളതാണ്. ഈശോയുടെ നാമം ഉച്ചരിച്ചുകൊണ്ട് പിശാച് ബാധ ഒഴിപ്പിക്കുക. പിശാച് ബാധയുടെ ഔദ്യോഗിക കാർമ്മികൻ വൈദികനാണ്. പക്ഷേ മാമോദീസായിലൂടെ ഈശോയുടെ പൊതു പൗരോഹിത്യത്തിൽ എല്ലാ വിശ്വാസികളും പങ്കുചേരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ വിശ്വാസികൾക്കും ഈ ഒരു പിശാചിൽ നിന്നുള്ള വിടുതൽ പ്രാർത്ഥനകൾ ചൊല്ലാവുന്നതാണ്. അതിന് കുഴപ്പമില്ല. പക്ഷേ സഭ പ്രത്യേകമാംവിധം നിഷ്കർഷിച്ചിട്ടുള്ള ഭൂതോച്ചാടനം അല്ലെങ്കിൽ എക്സോർസിസം എന്ന് പറയുന്ന ആ ഒരു കർമ്മക്രമം സാധാരണഗതിയിൽ വൈദികരാണ് അനുഷ്ഠിക്കേണ്ടത്. ഈശോയുടെ നാമത്തിൽ പിശാചെ നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു, നീ പുറത്തു പോകും എന്ന് ആർക്കും പറയാം അല്ലേ? അതുകൊണ്ട് പിശാച് അത് ആ തിരുനാമത്തിൻ്റെ ശക്തിയാൽ പിശാച് പുറത്തു പോയാൽ സന്തോഷം.
അച്ഛൻ പറഞ്ഞാൽ മാത്രമേ പോകുള്ളൂ എന്ന് നമ്മൾ വാശി പിടിക്കേണ്ട കാര്യമില്ല. നമുക്ക് പിശാചിനെ പുറത്താക്കിയാൽ മതിയല്ലോ. ആരെങ്കിലും പറഞ്ഞിട്ട് പോവുകയാണെങ്കിൽ പൊക്കോട്ടെ, വേഗത്തിൽ പൊയ്ക്കോട്ടെ, ശല്യം. അതിന് നല്ലൊരു ഒരുക്കം ആവശ്യമാണല്ലോ. അതിപ്പോൾ വൈദികനാണെങ്കിലും ഒരു സാധാരണ വിശ്വാസിയാണെങ്കിലും നല്ലൊരു ഒരുക്കം അതിന് ആവശ്യമാണെന്ന് നമ്മൾ തീർച്ചയായും. ഈ പിശാചിനെതിരായ പോരാട്ടം എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമായിട്ട് നമ്മൾ എടുക്കരുത്. കാരണം എഫേസ്യ ലേഖനത്തിൻ്റെ 6:12 അപ്പസ്തോലൻ പറയുന്നത്, നാം പോരാടുന്നത് അന്ധകാര ശക്തികളുടെ അധിപന്മാരോട്, തിന്മയുടെ ദുരാത്മാക്കളോടാണ്. സ്വർഗീയ ഇടങ്ങളിൽ പോലും വസിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കളോടാണ് നാം പോരാടുന്നത്. ആകയാൽ നാം ക്രിസ്തുവിൽ എല്ലാ ആയുധങ്ങളും ധരിക്കണമെന്ന് പറഞ്ഞു. പിശാചിനെതിരായ പോരാട്ടത്തിൽ എല്ലാ ആയുധങ്ങളും ധരിക്കണം. സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിച്ച് സമാധാനത്തിൻ്റെ ഒരുക്കമാകുന്ന പാദരക്ഷകൾ അണിഞ്ഞ് രക്ഷയുടെ പടത്തൊപ്പി ഏന്തി ദുഷ്ടന്റെ കൂരമ്പുകളെ ചെറുക്കാൻ പര്യാപ്തമായ വിശ്വാസത്തിൻ്റെ പരിച കയ്യിലെടുത്ത് ദൈവവചനമാകുന്ന വാള് കയ്യിലെടുക്കണം. ഇത്രയും ഒരുക്കങ്ങൾ വേണമെന്ന് പറയുമ്പോൾ പിശാചിനെതിരായ പോരാട്ടത്തിൽ നാം ശരിക്കും ഒരുങ്ങി പുറപ്പെടണം എന്നാണ് എൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ പിശാചിൻ്റെ അടിമകളായി പാപത്തിൻ്റെ ബന്ധനത്തിൽ കഴിയുകയാണെങ്കിൽ നമുക്ക് പിശാചിനെ ബഹിഷ്കരിക്കാനുള്ള കഴിവില്ല. അതേസമയം നമ്മൾ വിശുദ്ധിയോട് ജീവിക്കുകയും ഈശോയുടെ തിരുശരീര രക്തങ്ങളാൽ നമ്മളെ തന്നെ ശക്തിപ്പെടുത്തുകയും പരിശുദ്ധ കുമ്പസാരത്തിലൂടെ പാപമില്ലാത്ത നിർമ്മലമായ മനസാക്ഷി സ്വന്തമാക്കുകയും പരിത്യാഗ പ്രവർത്തികളിലൂടെ നമ്മളെ തന്നെ ബലപ്പെടുത്തുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പിശാചിനെ ബഹിഷ്കരിക്കാൻ കഴിയും. ഈശോ തന്നെ പറഞ്ഞു, പ്രാർത്ഥനയും ഉപവാസവും കൂടാതെ ഈ വക ജീവികൾ പുറത്തു പോകില്ല എന്നത് അല്ലേ. അതുകൊണ്ട് തീക്ഷ്ണമായ പ്രാർത്ഥനയും പരിത്യാഗത്തിൻ്റെ ജീവിതവും കൂദാശകളാൽ പരിപോഷിപ്പിക്കപ്പെടുന്ന ആത്മീയ അനുഭവവും പിശാചിനെ ബഹിഷ്കരിക്കുന്നതിനുള്ള ഒരുക്കത്തിൻ്റെ ഭാഗമാണ്. വളരെ മനോഹരമായൊരു എപ്പിസോഡിൻ്റെ സമാപനത്തിലേക്ക് നാം എത്തിയിരിക്കുകയാണ്. ഈ അവസരത്തിൽ ഇത്രയും സമയം യുവജനങ്ങളുടെ ചർച്ചയ്ക്ക്, സംശയങ്ങൾക്ക് നല്ല രീതിയിൽ ആധികാരികമായി തൃപ്തികരമായ ഉത്തരങ്ങൾ നൽകിയ അഭിവന്ദ്യ മാർ ജോസഫ് പാമ്പ്ളാനി പിതാവിന് ഹൃദയപൂർവ്വം നന്ദി പറയുകയാണ്. അപ്പോൾ ഇത്രയും സമയം നല്ല ചോദ്യങ്ങളുമായി ഈ ചർച്ചയെ ജീവനുള്ളതാക്കി മാറ്റിയ നമ്മുടെ ക്രിസ്തുരാജ നേഴ്സിംഗ് സ്കൂളിലെ നമ്മുടെ യുവജനങ്ങൾക്കും പ്രത്യേകം നന്ദി പറയുന്നു. മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് കണ്ടുമുട്ടാം. ദൈവം അനുഗ്രഹിക്കട്ടെ.